വിനാശകരമായി വളർന്നു വരുന്ന അഴിമതി. അടുത്തതായി നമ്മുടെ സ്വന്തം ഷാജി സാറിനെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. ഈ പരിപാടിക്ക് ആശംസാ പ്രസംഗം നൽകാനായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന NR മേഘ ടീച്ചർ, ആൻഡ്രൂസ് എഡ്വേർഡ് സാറിനെയും സ്വാഗതം ചെയ്യുന്നു. പുസ്തകാസ്വാദനത്തെക്കുറിച്ച് നമ്മോട് പങ്കിടാനെത്തിയ ഹരിത ടീച്ചറെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടിക്ക് നന്ദി പറയുന്ന നമ്മുടെ സബ്ജക്ട് കൺവീനറായ പ്രിൻസി ടീച്ചറെയും സ്വാഗതം ചെയ്യുന്നു. സായിപ്പ് പോയിട്ട് 70 വർഷത്തിലേറെ കഴിഞ്ഞല്ലോ, നമുക്ക് സായിപ്പിൻ ഭാഷയിലല്ലാതെ നാടുപ്പോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇംഗ്ലീഷ് വേണം, ഹിന്ദി വേണം, പക്ഷേ നമ്മുടെ മാതൃഭാഷയായ മലയാളം, തമിഴ് ഇത് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം നിങ്ങൾ നോക്കിയേ, புத்தகங்களையும் வாசிப்புகளையும் பற்றி சொல்லும்போது, நான் இன்னும் வாசிக்காத நல்ல புத்தகங்கள் ஒன்றை வாங்கி வந்து என்னை சந்திப்பவன் எவனோ அவன்தான் உண்மையான நண்பன் என்று சொல்கின்றார். ഇന്നു മുതൽ ഒരു ബുക്കെങ്കിലും നമ്മൾ വായിക്കണം എന്ന ഒരു പ്രതിജ്ഞയോടുകൂടി ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടതാണ്. ഇതൊരു ദിവസം കൊണ്ട് നിൽക്കേണ്ട കാര്യമല്ല, ഒരാഴ്ച കൊണ്ട് നിൽക്കേണ്ട കാര്യമല്ല. നമ്മൾ മരിക്കുവോളം നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ്, ഞാനും നിങ്ങളും എല്ലാവരും. ഇന്ന് ജൂൺ 19 വായനാ ദിനം. എനിക്ക് കുഞ്ഞുണ്ണി മാഷിൻ്റെ 4 വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വായിച്ചാൽ മുത്തശ്ശിയെ പറഞ്ഞ് തിരുത്തുകയും പഠനത്തിലൂടെ വളരെ മുന്നേറുകയും തന്നെ ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അവരുടെ നാട്ടിൽ തന്നെ ഒരു വായനാശാല തുടങ്ങി. 1623 ജൂൺ 19 ബ്ലേസ് പാസ്കലിൻ്റെ ജനനം. ഒരു ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനും ഭൗതിക ശാസ്ത്രജ്ഞനും മതതത്വചിന്തകനുമായിരുന്ന ചെറുപ്പത്തിൽ തന്നെ ഒന്നിലധികം ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നാം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ജൂൺ 19 ദേശീയ വായനാ ദിനം ആചരിക്കാനാണ്. PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. 1996 മുതൽ കേരള സർക്കാർ വായനാ ദിനമായി